സത്യം എന്തെന്നാൽ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ കിട്ടുന്ന ചെറിയ അവസരം പോലും നമ്മൾ നഷ്ടപ്പെടുത്താറുമില്ല. നല്ലത് പറയാൻ കിട്ടുന്ന പല നല്ല അവസരവും ഉപയോഗിക്കാറുമില്ല. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ സ്വാധീനത്തിനപ്പുറത്താണ് നിങ്ങളുടെ ചിന്താഗതികൾക്കും സ്വപ്നങ്ങൾക്കുമുള്ള സ്ഥാനം. നമ്മുടെ മനസ്സ് മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം പ്രവേശിക്കുന്നു. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. മുഖത്തും നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ഈ ലോകം. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട്. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമുക്ക് സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കാവുന്നിടത്താണ് സൗഹൃദം നിലനിൽക്കുന്നത്. ആളുകൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രശ്നങ്ങളിൽ പതറാതെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹമനുസരിച്ചാണ്. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവ ഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. ഒരു കാര്യം മറക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറയും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയും. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തവരൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേവരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തിപരമായതിനാൽ എപ്പോഴും സ്വന്തം വഴികളിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക.